ഹലോ, നമസ്കാരം. കണ്ണനും ചിറ്റയും യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അവിയലിന് വേണ്ടുന്ന കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വേവിക്കേണ്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി നന്നാക്കിയതും ഒരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണന് അധികം എരിവ് പറ്റത്തില്ല, അതുകൊണ്ട് ഒറ്റ പച്ചമുളകിൽ കാര്യം നമ്മൾ ഒതുക്കും. പിന്നെ അരയ്ക്കുമ്പോൾ ഒരു പച്ചമുളക് കൂടി ചേർക്കും. ഇപ്പം ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിൻ്റെ ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും പച്ചക്കറി വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കണം. സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെയൊക്കെ ഈ കഷ്ണങ്ങൾ അടിയിൽ പിടിച്ച് പോവാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിന് അരപ്പിലേക്ക് ആവശ്യമുള്ള തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരാം. മിക്സിയുടെ ജാറിൽ ആദ്യം വെളുത്തുള്ളി ഇട്ടു, ഒരു കഷ്ണം പച്ചമുളക് ഇട്ടു, ജീരകം ഇട്ടു, ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരാം. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണം വെന്ത് വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വേവിച്ചു കൊണ്ടുവന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അരപ്പ് എല്ലായിടത്തേക്കും എത്തണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ സൈഡിലേക്കും ഈ അരപ്പ് എത്തണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു ബൗളിൽ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈരാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നല്ല പുളിയുള്ള തൈരായിരിക്കണം. പുളി നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഒരുപാടൊന്നും ചേർക്കണ്ട. 1-2 സ്പൂൺ പുളി അനുസരിച്ചിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ച വെളിച്ചെണ്ണ അവിയലിന് മസ്റ്റാണ്. ഇനി കുറച്ച് കറിവേപ്പില, എൻ്റെ വീക്ക്നെസ് ആണല്ലോ കറിവേപ്പില, നിങ്ങൾക്കറിയാമല്ലോ. കറിവേപ്പില പിന്നെയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. എൻ്റെ സ്ഥിരം ടെസ്റ്റർ കണ്ണൻ ഉറക്കം എണീറ്റിട്ടില്ല, വെളുപ്പിനാണ് ഉണ്ടാക്കണേ.